നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലായിട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് കന്നിമാസത്തെ ഫലമാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയുന്നു. എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഓണ ആശംസകൾ നേരുന്നു. ആദ്യമായിട്ട് അപ്പോൾ കൊല്ലവർഷം 1201 കന്നിമാസം 1 മുതൽ 31 വരെയും ഇംഗ്ലീഷ് വർഷം 2025 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെയുള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. നിങ്ങൾക്ക് വേഴം 3-ൽ മറഞ്ഞു. ദൈവാനുഗ്രഹം മറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഭയപ്പെടേണ്ട ആവശ്യമല്ല. വേഴത്തെ പരിപോഷിപ്പിച്ച്, അതായത് വ്യാഴാഴ്ച തോറും ഇഷ്ടവഴിപാടുകൾ ചെയ്ത് ആ വേഴത്തെ നമുക്ക് പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ വഴി ഗുണഫലങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. കമ്മ്യൂണിക്കേഷൻ വഴിയോ സഹോദര തുല്യവരായവരെ കൊണ്ടോ ഒക്കെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും. വേഴം അത്രത്തോളം നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ധനകാരകനാണ് ഈ വേഴം. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കടബാധ്യത ഒക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത. കടം ഉണ്ടെങ്കിൽ തന്നെ അത് വർധനവ് കൂടാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു കടിഞ്ഞാണിടണം, നന്നായിരിക്കും. ഇപ്പോൾ ഉള്ള തൊഴിൽ നിലനിർത്തി പോകാനും ശ്രമിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശ്രമിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ പരാജയം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ആ വേഴത്തെ കൊണ്ടുള്ള അവസ്ഥ അപ്രകാരമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ മേടരാശിക്കാർക്ക് നിലവിൽ 7 ശനികാലമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, ജലജന്യമായ അസുഖങ്ങൾ, പിന്നെ കാല് സംബന്ധിച്ച് ഇടുപ്പ്, മുട്ട് അങ്ങനെയുള്ള ശരീര അവയവങ്ങൾക്ക് ക്ഷീണം സംഭവിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മതിയായ ചികിത്സ തേടേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. ഇതിന് പരിഹാരങ്ങളെന്ന് പറയുന്നത് വ്യാഴാഴ്ച മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, ശനിയാഴ്ച നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ എള്ള് പായസം അങ്ങനെയുള്ള നിങ്ങളെ മനസ്സിലുള്ള ഇഷ്ട വഴിപാടുകൾ ശനിയാഴ്ച മുടങ്ങാതെ ചെയ്യേണ്ടതാണ്. പിന്നെ കേതുവിൻ്റെ നിൽപ്പും അത്രത്തോളം നല്ലതല്ല. നിങ്ങൾക്ക് കേതു നിൽക്കുന്നത് വയറിൻ്റെ സ്ഥാനത്താണ്. നേരത്തെ ഉണ്ടായിരുന്ന വയറ് സംബന്ധിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ ഉള്ളവർക്ക് അത് തലപൊക്കുന്നതായിട്ടും കാണുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മതിയായ ചികിത്സ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നാഗരാജ പ്രീതി ചെയ്യുന്നത് ഉചിതമാണ്. രോഗശമനമൊക്കെ ഉണ്ടാകും. പിന്നെ ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ 7-ാം ഭാവത്തിലാണ്, യാത്രാസ്ഥാനത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ വേഴത്തെ കൊണ്ട് ദോഷഫലങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ ചൊവ്വ യാത്രാസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ യാത്ര ശ്രദ്ധിക്കണം എന്നുകൂടി പറയുന്നു. ചൊവ്വയാണ് 7-ൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ പോകണം. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്ന് കരുതൽ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയെ സംബന്ധിച്ച് വേഴം, സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിങ്ങൾക്ക്
ധനസ്ഥാനത്തുണ്ട്. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. എല്ലാവിധമായ കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നതാണ് ആ വേഴം സൂചിപ്പിക്കുന്നു. പുതുതായിട്ട് എന്തെങ്കിലും ആരംഭിക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നല്ലൊരു സമയമായിട്ട് കാണുന്നു. സ്ഥാപനമോ മറ്റുള്ള കാര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും പുതുതായിട്ടൊക്കെ തുടങ്ങാനൊക്കെയുള്ള മനസ്സ് വരുന്നതായിട്ട് കാണുന്നു. അത് ശുഭാവസ്ഥ ഒരു 50% ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഈ 50% പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഈ വേഴം ധനസ്ഥാനത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ശനിയുടെ ദൃഷ്ടി വേഴത്തിനുള്ളതിനാൽ 50% ഭാഗ്യമേ നമുക്ക് കിട്ടത്തുള്ളൂ. കാര്യമായ പരിശ്രമമൊക്കെ വേണ്ടി വരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങുന്ന കാര്യങ്ങൾ അല്ല പൂർണ്ണമായ ഫലം നമുക്ക് സിദ്ധിക്കുന്നതാണ്. അപ്പോൾ ശനി പ്രീതി കൂടി ചെയ്തു പോകണം. ശനി നിങ്ങളുടെ രാശിയിലോട്ട് ശനി നിൽക്കുന്നിടത്തുനിന്ന് വിശേഷ ദൃഷ്ടി എന്ന് പറയും. അപ്പോൾ അവിടേക്ക് ആ രാശിയിലോട്ട് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ശനിയെ കൂടി പ്രീതിപ്പെടുത്തി പോയാൽ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമായി വരും. പിന്നെ ജലജന്യമായ ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഈ ശനിയുടെ ദൃഷ്ടി കൊണ്ട് തന്നെ ഇടവരാശിക്കാർക്ക് ശനിയുടെ ദൃഷ്ടി കൊണ്ട് തന്നെ ചില ജലജന്യമായ അസുഖങ്ങളും ഉണ്ടാവാം. പക്ഷേ എങ്കിലും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് വേഴത്തിൻ്റെ നിൽപ്പ് വെച്ചിട്ട് അതൊക്കെ അതിജീവിച്ച് പോകും. നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടുന്നതാണ്. പിന്നെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ, പിന്നെ ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ തന്നെ ഇടവരാശിക്കാർക്ക് അനുകൂലമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. ഇനി പറയുന്ന മിഥുനമാണ്. മിഥുനത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ. നിങ്ങൾക്ക് ആ രാശിയിൽ വേഴം നിലകൊള്ളുന്നു. സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിലകൊള്ളുന്നു. നിങ്ങൾക്ക് ഈ വേഴത്തിൻ്റെ ചുമതല 7ൻ്റെയും 10ൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് ആ രാശിയിൽ നിൽക്കുന്നു. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മംഗളകരമായി വരുന്നതായി കാണുന്നു. യാത്രകൾ ശുഭകരമാകും. വിവാഹാദി കാര്യങ്ങൾ, പിന്നെ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും സഫലമാകുമെന്ന് വേഴം സൂചിപ്പിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ആ രാശിയിലോട്ട്, നിങ്ങളുടെ മിഥുന രാശിയിലോട്ട് ഈ ശനിയുടെ ദൃഷ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന കാര്യങ്ങൾ കൂടുതൽ പരിശ്രമിച്ചാൽ മാത്രമേ അത് സഫലമായി വരൂ എന്നുകൂടി ശനി സൂചിപ്പിക്കുന്നു. കൂടുതൽ പരിശ്രമിക്കണം, എന്നാലേ അത് സഫലമായി വരൂ അതാണ്. പിന്നെ ഈ മാസത്തെ ചൊവ്വയുടെ സ്ഥിതി, നിങ്ങൾക്ക് മിഥുന രാശിക്കാർക്ക് ചൊവ്വ 5ലാണ്. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമാണ്. എന്നാൽ ചൊവ്വയുടെ സ്ഥിതി, നിങ്ങളുടെ 6ാം ഭാവാധിപൻ രോഗത്തിൻ്റെ ചുമതലയെന്ന് പറയും. രോഗം വന്ന് കിടക്കണമെന്നുള്ള അവസ്ഥയല്ല, 6ാം ഭാവത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഗ്രഹം 5ൽ നിൽക്കുന്നു. അപ്പോൾ വാഹനം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ, വാഹനമൊക്കെ ഓടിക്കുന്നത് നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ഒരു പക്വതയില്ലാത്ത ഒരു വേഗതയോ ഒക്കെ ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യത ചൊവ്വ പറയുന്നു. 6ാം ഭാവാധിപനാണ്. നിങ്ങൾക്ക് 5ൽ മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. മനസ്സ്, സന്താനം, നമ്മുടെ ചിന്താമണ്ഡലം എന്ന് പറയും. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല, നമ്മുടെ അറിവിലേക്ക് പറയുന്നു. എന്നാൽ ഈ ചൊവ്വയെ വേഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. കുഴപ്പം വരണമെന്ന് നിർബന്ധമല്ല, എന്നാലും ഒരു കരുതലെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ മിഥുന രാശിക്കാർക്ക് ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭാഗ്യസ്ഥാനത്ത്, നിങ്ങളുടെ ഭാഗ്യസ്ഥാനം 9ാം ഭാവം, അവിടെ രാഹുവിൻ്റെ നിൽപ്പുണ്ട്. 3ൽ കേതുവിൻ്റെ നിൽപ്പുണ്ട്. അപ്പോൾ ഭാഗ്യങ്ങൾ തരാൻ തയ്യാറാണെന്ന് വേഴം സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ രാഹുവിൻ്റെ സൂചന നാഗരാജ പ്രീതി കൂടി ചെയ്ത് മുമ്പോട്ട് പോകണം, എന്നാലേ നമുക്ക് ഭാഗ്യം പൂർണ്ണമായി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞായറാഴ്ചയോ ആയില്യത്തിനാണ് മുഖ്യമായിട്ടും പ്രധാനമായിട്ടും നാഗരുടെ പ്രീതി സമ്പാദിക്കുന്നതിനായിക്കൊണ്ട് ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. അന്ന് പറ്റാത്തവർ ചെയ്യേണ്ടത് ഞായറാഴ്ചയാണ്. ഇനി മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വിശേഷ പ്രാർത്ഥന നടത്തുക ഞായറാഴ്ച.
അപ്പോൾ ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് വേഴം 12-ലാണ്. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ ധനപരമായ കാര്യങ്ങൾ, ചില പാഴ് ചിലവുകളും വരാനുള്ള സാധ്യതയുണ്ടെന്ന് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ ചിന്തിക്കുക. ധനപരമായ കാര്യങ്ങൾ, പാഴ് ചിലവുകൾ വരാതെയൊക്കെ നോക്കുക, ഒരു കരുതലെടുക്കുക എന്നുള്ളതാണ്. ഇനി പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകണമെങ്കിൽ അത് തൽക്കാലം ചെയ്യേണ്ടത് ആവശ്യമില്ല, അത് മാറ്റി വയ്ക്കുക. പിന്നെ വാഹനത്തിന് കേടുപാടുകൾ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടും വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദൈവാനുഗ്രഹം മറയുമ്പോഴാണ് നമുക്ക് പാഴ് ചിലവുകളും പിന്നെ നമ്മുടെ ബുദ്ധിശക്തി അത്രത്തോളം നല്ലതാവാതെ നമ്മൾ അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുന്നതൊക്കെ ദൈവാനുഗ്രഹം മറയുമ്പോഴാണ്. അപ്പോൾ വേഴത്തെ പരിപോഷിപ്പിക്കേണ്ടതാണ് കർക്കിടക രാശിക്കാർ. അതൊരു കാര്യം. പിന്നെയുള്ളത് നിങ്ങളുടെ ഈ വാക്ക്, ചിന്ത, പ്രവൃത്തി സ്ഥാനത്ത് കേതു നിൽക്കുന്നുണ്ട് 2-ൽ. അഷ്ടമത്തിൽ രാഹുവുണ്ട്. അഷ്ടമം എന്ന് പറയുമ്പോൾ ആയുസ്സിൻ്റെ സ്ഥാനം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നാഗരാജ പ്രീതി ചെയ്യുന്നത് ഉചിതമാണ്. അത് മുടങ്ങാതെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീങ്ങി കിട്ടുന്നതിനായിട്ടും നല്ല ചികിത്സ കിട്ടുന്നതിനും ആയിക്കൊണ്ട് നാഗരാജ പ്രീതി സഹായകമായി തീരും. പിന്നെ നിങ്ങൾക്ക് ഈ മാസത്തെ ഈ ചൊവ്വയുടെ സ്ഥിതി, ജംബാവാധിപനും 10 കർമാധിപനായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് 4-ലാണ്, യാത്രാസ്ഥാനത്താണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുമൊക്കെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. യാത്രാസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു കരുതൽ വേണം, ഭയപ്പെടേണ്ട ആവശ്യമല്ല, ഒരു കരുതൽ വേണമെന്നാണ് പറയുന്നത് ചൊവ്വയുടെ സ്ഥിതി പറയുന്നത്. വാഹനം ഓടിക്കുമ്പോൾ സ്പീഡ് കുറച്ച് പോവുക, അത്രമാത്രം ചെയ്താൽ മതി. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിക്കാർക്ക് അഭിഷ്ടസ്ഥാനമായ 11-ൽ വേഴം നില കൊള്ളുന്നു. അതൊരു ഭാഗ്യ അനുഭവം തന്നെയാണ്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശുഭകരമായി വരുന്നു. ഭൗതികം എന്ന് ഞാൻ പറഞ്ഞത് വിവാഹാദി കാര്യങ്ങൾ, യാത്ര, പിന്നെ ക്രയവിക്രയങ്ങൾ, പിന്നെ തീർത്ഥയാത്ര, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് വേഴഗ്രഹം സൂചിപ്പിക്കുന്നു. വിവാഹാദി കാര്യങ്ങൾ അത് പറഞ്ഞല്ലോ. പിന്നെ വേഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലങ്ങൾ തന്നെ തീർച്ചയായിട്ടും സിദ്ധിക്കും. എന്നാൽ ഈ രാശിയിൽ ചിങ്ങരാശി, അതിൽ കേതുവിൻ്റെ നിൽപ്പുണ്ട്. കേതു രാശിയിൽ നിൽക്കുന്നു. 7-ൽ യാത്രാസ്ഥാനത്ത് രാഹു നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ആരോഗ്യ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അത് പരിഹരിക്കുന്നതിനായിക്കൊണ്ട് നാഗരാജ പ്രീതി ചെയ്യേണ്ടതാണ്. ഇത് കേതുവിൻ്റെ നിൽപ്പ് ഞരമ്പ് സംബന്ധിച്ചുള്ള വിഷയത്തെയൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നാഗരാജ പ്രീതി ചെയ്യുന്നത് ഉചിതമാണ്. പിന്നെ ദൈവാനുഗ്രഹം, വേഴത്തിൻ്റെ നിൽപ്പ് അനുകൂലമായതുകൊണ്ട് തന്നെ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. ആ ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം. അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് ചൊവ്വയുടെ സ്ഥിതി 3-ലാണ്. അത് അനുകൂലമാണ്. നിങ്ങൾക്ക് 4-ൻ്റെയും
ഭാഗ്യത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് ചൊവ്വ 3-ൽ നിൽക്കുന്നു. സഹോദര ഗുണം ഉണ്ടാകാൻ സാധ്യത. പിന്നെ ഈ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ നടക്കാനും സാധ്യത. ഈ കേതുവിൻ്റെ നിൽപ്പ് ചെറിയ തടസ്സം സൂചിപ്പിക്കുന്നു, എന്നാലും അത് നേരെയായി വരാൻ സാധ്യത ഉണ്ടെന്ന് ചൊവ്വ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് നടത്തിയെടുക്കാനായിട്ട് ചൊവ്വാഴ്ച മുരുകൻ്റെ ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സഫലമായി വരുന്നതായിട്ട് കാണുന്നു. ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര. ചിത്തിരയുടെ ആദ്യ പകുതി. അപ്പോൾ നിങ്ങൾക്ക് വേഴം കർമ്മസ്ഥാനത്താണ് 10ാം ഭാവം. അപ്പോൾ 10ലെ വേഴം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഗുണമല്ല, 50% നമുക്ക് ഗുണം കിട്ടും കേട്ടോ. എന്നാൽ കാര്യമായിട്ടുള്ള പരിശ്രമം വേണ്ടി വരുമെന്നാണ് 10ലെ വേഴം സൂചിപ്പിക്കുന്നത്. ചില മാറ്റങ്ങൾ അനിവാര്യമായി വരുമെന്നും കൂടി ആ വേഴം സൂചിപ്പിക്കുന്നു. മാറ്റങ്ങൾ, തൊഴിൽ മാറ്റമോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് കാര്യങ്ങളായിരുന്നു നല്ലതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ, അങ്ങനെയാണ് ആ വേഴം പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ മാസം ഈ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്നതായ സൂര്യൻ നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നു. അത് 12ൻ്റെ ചുമതലയുള്ളതാണ് സൂര്യന്. അപ്പോൾ ഗവൺമെൻറ് കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ അനവധി പ്രാവശ്യം പോകേണ്ടതായിട്ട് വരും. ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് സഫലമായി വരുന്നതാണ്. പിന്നെ ചൊവ്വയുടെ സ്ഥിതി, കന്നിരാശിക്കാർക്ക് ചൊവ്വയുടെ സ്ഥിതി നല്ലതല്ല. നിങ്ങൾക്ക് 2ലാണ് നിൽക്കുന്നത്. 2 പറയുമ്പോൾ വാക്ക്, വിദ്യ, പ്രവൃത്തി, ധനം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ട്. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് അഷ്ടമാധിപനാണ് ഈ ചൊവ്വ. 3 സഹോദര, അതായത് 3ൻ്റെയും 8ൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വാക്ക്, വിദ്യ, പ്രവൃത്തി എന്നിവയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് പോയാൽ നമുക്ക് ഈ മാസം നല്ലതായിട്ട് തന്നെ വരും. പിന്നെ വന്നിട്ട് അടുത്ത് പറയുന്നത് തുലാരാശിയാണ്. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ. നിങ്ങൾക്ക് വേഴം അനുകൂലമാണ്, ഭാഗ്യസ്ഥാനത്ത് നിലകൊള്ളുന്നു. വേഴത്തിൻ്റെ നിൽപ്പ് ശുഭകരമാണ്. എല്ലാവിധമായ ഭാഗ്യങ്ങളും ഉണ്ടാകും എന്നാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ, പിന്നെ ക്രയവിക്രയങ്ങൾ, യാത്രകൾ, പിന്നെ ഗ്രഹം മോടി കൂട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഗ്രഹം പുതുതായി പണിയാൻ ആഗ്രഹിക്കുന്നത് അവർക്കും അത് സഫലമായി വരുന്നുണ്ട്. ഇതൊക്കെ വേഴത്തെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ഈ വേഴത്തെ ശനി ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഏത് കാര്യം ചെയ്തിരുന്നാലും നമ്മളത് ഒരു പക്വതയോടുകൂടി, അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ വരാനും സാധ്യത വരും. അതുകൊണ്ട് ആലോചിച്ച് വേണം ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഈ മാസം ഈ ചൊവ്വ നിങ്ങളുടെ രാശിയിലുണ്ട്. ചൊവ്വ കുഴപ്പക്കാരനല്ല. 2 ധനാധിപനും നിവർത്തി സ്ഥാനപതിയുമായ ചൊവ്വയാണ് നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത്. ഈ മാസം നിങ്ങൾക്ക് ഭൂമി സംബന്ധിച്ചുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത, നേരത്തെ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ മാസം അത് അനുകൂലമായി വരുന്നതായിട്ട് ചൊവ്വ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നതിനായിക്കൊണ്ട് മുരുകൻ്റെ ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വിശേഷ പ്രാർത്ഥന ചൊവ്വാഴ്ച നടത്തേണ്ടതാണ്. ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം നിലവിൽ അഷ്ടമത്തിലാണ്. അഷ്ടമത്തിൽ മറഞ്ഞു, അല്പം ദൈവാനുഗ്രഹം മങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിനായിക്കൊണ്ട് വ്യാഴാഴ്ച ഇഷ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. പിന്നെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പാൽപായസം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ ഭാഗ്യത്തിനുള്ള മങ്ങൽ മാറ്റുന്നതിന് അത് സഹായകമായി തീരും.
അതുമാത്രമല്ല നമ്മുടെ സന്തതിയുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസമായിരുന്നാലും ശരി, വിവാഹമായിരുന്നാലും ശരി, അവരുടെ കാര്യങ്ങളുമൊക്കെ ചെറിയ തടസ്സങ്ങളിപ്പോൾ ഉണ്ട്. ആ തടസ്സങ്ങൾ മാറുന്നതിനും ഈ ഇഷ്ട വഴിപാടുകൾ സഹായകമായി തീരും. വേഴത്തെ പരിപോഷിപ്പിക്കുക. പിന്നെ ഈ മാസം നിങ്ങൾക്ക് ചൊവ്വ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 12-ലാണ്. ചന്ദ്രലഗ്നാധിപനാണ് വൃശ്ചികത്തിൻ്റെ. വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വ ചന്ദ്രലഗ്നാധിപനാണ്. എന്നാൽ തന്നെയും അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കാൽപാദമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷീണാവസ്ഥ ഉണ്ടാകാതെ നമുക്ക് അതിജീവിക്കാനായിട്ട് പറ്റും. വാഹനം ഓടിക്കുമ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് പോകണമെന്നാണ് പറയുന്നത്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതായി കാണുന്നു. അപ്പോൾ അതിന് ഉള്ള മതിയായ ചികിത്സ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ശുക്രൻ്റെ സ്ഥിതി, ഏഴാം ഭാവാധിപൻ കർമ്മസ്ഥാനത്താണ്. കേതുവിൻ്റെ യോഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറഞ്ഞത്. ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗസാധ്യത ഉണ്ടാകുന്നു എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അതിനായിക്കൊണ്ട് ആ ശുക്രന് കേതു യോഗമുണ്ട്. അതുകൊണ്ടാണ് പ്രകാരം പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നാഗരാജ പ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ദോഷങ്ങളില്ലാതെ നമുക്ക് ഈ മാസം കടന്നു പോകാനായിട്ട് സാധിക്കും. നാഗരാജ പ്രീതി, പിന്നെ ശിവപ്രീതി, ഇത്രയും ചെയ്യണം. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. ഇനി പറയുന്നത് ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിവർത്തി സ്ഥാനത്തുണ്ട്. എല്ലാവിധമായ ഐശ്വര്യവും കിട്ടുന്നു എന്ന് കാണുന്നു. യാത്രാസ്ഥാനത്താണ് നിൽക്കുന്നത്. യാത്രാസ്ഥാനം, വിവാഹസ്ഥാനം, നിവർത്തി സ്ഥാനം. അപ്പോൾ എല്ലാവിധമായ മംഗളകരമായ കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് വേഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പം ഈ വേഴം എല്ലാ കാര്യങ്ങളും, അതായത് ഗ്രഹനിർമ്മാണം, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഉദ്യോഗലബ്ധി, ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നു. എന്നാൽ ശനിയുടെ ബന്ധം കൂടിയുണ്ട്. ഈ രാശിയെ സംബന്ധിച്ച് നിലവിൽ കണ്ടകശനി കാലമുണ്ട്. അപ്പോൾ ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശനിപ്രീതി കൂടി ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലും ഗുണകരമായ, അതായത് ഭാഗ്യ അനുഭവങ്ങളാക്കി മാറ്റാൻ സാധിക്കും. പിന്നെ ഇതിൽ ധനുക്കൂറുകാർക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഭാഗ്യം തെളിയും, ഭാഗ്യത്തിന് മങ്ങൽ വരത്തില്ല. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം 6-ൽ മറഞ്ഞു, രോഗസ്ഥാനമെന്ന് പറയും, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഇല്ല എന്നാണ് പറയുന്നത്. 6-ൽ വേഴം. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, നമുക്ക് നല്ല ചിന്തകളല്ലാതെ ദൈവാനുഗ്രഹം മറയുമ്പോഴാണ് മോശം ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. വേഴം ധനകാരകനായിട്ടുള്ള വേഴമാണ് 6-ൽ മറഞ്ഞിരിക്കുന്നത്. ധനനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കണം. പിന്നെ അത് പോയിട്ട് ഈ കുട്ടികളുടെ കാര്യം,
അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിവാഹാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ പരിഹരിക്കുന്നതിനായിക്കൊണ്ട് വേഴത്തെ പരിപോഷിപ്പിച്ച് പോകേണ്ടതാണ്. പിന്നെയുള്ളത് നിങ്ങളുടെ വാക്ക്, വിദ്യ, പ്രവൃത്തി സ്ഥാനം എന്ന് പറഞ്ഞ രണ്ടാം ഭാവം, അവിടെ രാഹു നില ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദോഷങ്ങളില്ലാതെ പോകാൻ പറ്റും. ഈ 2-ൽ രാഹു വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരും, ഗുരുത്വദോഷം പോലെ സംസാരിക്കും, ദുർശീലങ്ങളുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് നാഗരാജ പ്രീതി ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനി പറയുന്നത് കുംഭരാശിയാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വ്യാഴം 5-ലാണ്. 5 എന്ന് പറയുമ്പോൾ സന്താനഭാവം, ആഗ്രഹസ്ഥാനം, മനസ്സിൻ്റെ സ്ഥാനം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുമെന്ന് വ്യാഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവാനുഗ്രഹമുണ്ട്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സന്താന ഭാഗ്യമുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി ഉണ്ടാകും. ഇത് തൊഴിലിലെത്തി, ഉദ്യോഗലബ്ധി ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അതിലുള്ള മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കുംഭരാശിക്കാർക്ക് ഈ രാഹുവിൻ്റെ നിൽപ്പുണ്ട്. നേരത്തെ വേഴത്തെ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതിനായിക്കൊണ്ട് തടസ്സങ്ങൾ വരാതിരിക്കുന്നതിനായിട്ട് നാഗരാജ പ്രീതി കൂടി ചെയ്ത് പോയാൽ നമുക്ക് ഭാഗ്യങ്ങൾ തന്നെ കിട്ടുന്നതാണ്. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് വേഴം, ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള വേഴം സുഖസ്ഥാനത്തുണ്ട്, 4-ാം ഭാവം, യാത്രാസ്ഥാനം, മാതൃസ്ഥാനം എന്ന് പറയും. അപ്പോൾ 50% നമുക്ക് വേഴത്തെ കൊണ്ട് ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. വാഹനലബ്ധി, ഗൃഹനിർമ്മാണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സഫലം. പിന്നെ യാത്രകൾ, അതുമായി ഉള്ള കാര്യങ്ങളൊക്കെ സഫലമാണെന്ന് വേഴം സൂചിപ്പിക്കുന്നു. എന്നാൽ ആ രാശിയിൽ ശനി നിൽക്കുന്നു. നിങ്ങൾക്ക് ജന്മശനി കാലമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കിത് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ജലജന്യമായ അസുഖങ്ങൾ, കാൽപാദം, ഇടുപ്പ്, മുട്ട് എന്നീ അവയവങ്ങൾക്ക് ക്ഷീണാവസ്ഥ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. എന്നാലും വേഴം കേന്ദ്രസ്ഥാനത്ത് സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടുന്നതായിട്ടും കാണുന്നു. അപ്പോൾ ഈ 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു. ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അതിന് കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചുകൾ വന്നേക്കാം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദശാനാഥൻ ഏതാണോ അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹം ഉള്ളവർ എന്നെ വിളിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ അവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.